ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന 60 ക്വസ്റ്റ്യൻ തുടങ്ങിയിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 59 വരെ കംപ്ലീറ്റ് ചെയ്ത്, അതായത് പല ക്ലാസ്സുകളിലായിട്ട് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ അറിയാൻ വേണ്ടി പറയുകയാണ്, 2025 ചോദിച്ച 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇന്ന് 60ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് വായിക്കുന്നത്. വയനാട്ടിലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. രണ്ടാമത്തെ പ്രസ്താവന, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു. മൂന്നാമത്തെ പ്രസ്താവന, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. നാലാമത്തതിൽ പറയുന്നു എല്ലാം ശരിയുത്തരങ്ങളാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ, എല്ലാം ശരിയുത്തരങ്ങളാണ്. അപ്പോൾ മേലെ പറഞ്ഞ 3 പ്രസ്താവനകളും കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത്, കുറിച്യ കലാപം നടന്ന വർഷം നമ്മൾ ഉറപ്പായിട്ട് ഓർമ്മിക്കണം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1812 കുറിച്യ കലാപം നടന്നത്. അതുപോലെ തന്നെ നേതാവ് ചോദിക്കാറുണ്ട്. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരായിരുന്നു? രാമനമ്പിയായിരുന്നു. പിന്നെ കുറുമ്പരും കുറിച്യരും ബ്രിട്ടീഷുകാർക്ക് എതിരെ വയനാട്ടിൽ നടത്തിയ കലാപമാണ് കുറിച്യ കലാപം. പിന്നെ ഓർമ്മിക്കേണ്ടത്, ഈ കുറിച്യ കലാപത്തിന് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിക്കാറുണ്ട് PSC. അത് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. ഇതാണ് മുദ്രാവാക്യം. 61ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, IUCN ആണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന. ഏതാണ്? IUCN. അപ്പോൾ ഇതോടൊപ്പം നമ്മൾ ഓർമ്മിക്കേണ്ടത്, മുമ്പ് ചോദിച്ചതാണ് കേട്ടോ, PYQ ആണ്. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷവും ചോദിച്ചിട്ടുണ്ട്, ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരുന്നു. അത് പറമ്പികളാണ്. ഇതും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട് കേട്ടോ. 62ാമത്തെ ക്വസ്റ്റ്യൻ, പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? എല്ലാവർക്കും അറിയായിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ, വിറ്റമിൻ സി അല്ലേ. അതുപോലെ തന്നെ ഇങ്ങനെയും ചോദിക്കാം അല്ലേ, ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? അത് വിറ്റമിൻ സി ആണ് അല്ലേ. വിറ്റമിൻ സി ചൂടാക്കിയാൽ നഷ്ടപ്പെടും. അതുപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിൻ ചോദിക്കാറുണ്ട്. അത് നമ്മൾ കേട എന്നുള്ള അങ്ങനെ ഒരു കോഡിൽ ഓർമ്മിക്കുക. KEDA. വിറ്റമിൻ K, വിറ്റമിൻ E, വിറ്റമിൻ D, പിന്നെ വിറ്റമിൻ A. ഇതൊക്കെ എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനാണ്. ജലത്തിലാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിനാണ് ഏതൊക്കെ? ബിയും സിയും. ഇത്ര അറിഞ്ഞിരിക്കുക. ഇനി 63ാമത്തെ ക്വസ്റ്റ്യൻ, കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു. ശരിയാണ് കേട്ടോ, തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു. രണ്ടാമത്തേത് എന്താണ്? സുനാമിയെ തടയുന്നു. സുനാമി ആയിരിക്കുമല്ലേ ഉദ്ദേശിച്ചത്? സുനാമി ആയിരിക്കും ഉദ്ദേശിച്ചത്, തെറ്റിപ്പോയതായിരിക്കാം. സുനാമിയെ തടയുന്നു. പിന്നെ മൂന്നാമത്തെ എന്താണ്? മത്സ്യസമ്പത്ത് കുറയാൻ കാരണമാകുന്നു. അപ്പോൾ ഇതിൽ ആൻസർ സി ആണ് ആൻസർ കേട്ടോ. തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു. പിന്നെ എന്താണ് രണ്ടാമത്തത്? സുനാമിയെ തടയുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 2 ആണ് താഴെ കൊടുത്തതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്തത് 64ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ്? കാൽമുട്ടുകളിൽ ഏതാ കാണപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഏതാണ്? വിജാഗിരി സന്ധി. കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന സന്ധി അസ്ഥിസന്ധിയാണ് വിജാഗിരി സന്ധി. ഓപ്ഷനിൽ ഗോളരസന്ധി കാണുന്നുണ്ട് അല്ലേ. ഗോളരസന്ധി ആണെങ്കിൽ തോളല് ഇടുപ്പല് കേട്ടോ. ഇവിടെ തോളലിലും ഇടുപ്പലിലും കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് ഗോളരസന്ധി എന്ന് പറയുന്നത്. ഗോളരസന്ധി തോളല് ഇടുപ്പല്. കീലസന്ധി ആണെങ്കിലോ, കീലസന്ധി തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്താണ് കീലസന്ധി കാണപ്പെടുന്നത്. ഓർമ്മിക്കുക, കീലസന്ധി എവിടെയാണ് കാണപ്പെടുന്നത്? തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്താണ് കീലസന്ധി. പിന്നെ ചോദിക്കുക ഇതാണ് അല്ലേ, തെന്നി നീങ്ങുന്ന സന്ധി എവിടെയാണ് കാണപ്പെടുന്നത് ചോദിക്കുക? കൈക്കുഴ, കാൽക്കുഴ. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കുക. പിന്നെ വിജാഗിരി സന്ധി കൈമുട്ട്, കാൽമുട്ട്. ഗോളരസന്ധി ആണെങ്കിൽ തോളലിലും ഇടുപ്പിലും കാണപ്പെടുന്നു. കീലസന്ധി ആണെങ്കിൽ തലയോടും നട്ടെല്ലും മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്താണ്. പിന്നെ തെന്നി നീങ്ങുന്നതാണെങ്കിൽ കൈക്കുഴ, കാൽക്കുഴ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 65ാമത്തെ ക്വസ്റ്റ്യൻ, ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലുള്ള ഒരു ഗ്രാമമാണ് കുറ്റ്യാട്ടൂർ എന്ന് പറയുന്നത്. ഈ കുറ്റ്യാട്ടൂർ ഗ്രാമത്തിലുള്ള പ്രശസ്തമായ ഒരു നാടൻ മാമ്പഴമാണ് ഈ കുറ്റ്യാട്ടൂർ മാങ്ങ എന്ന് പറയുന്നത്. ഇതിൻ്റെ രുചിയും മണവും എല്ലാം നല്ല ഒരു വ്യത്യാസമായിട്ടാണ്. നല്ല മണവും രുചിയും
അതുപോലെ തന്നെ ഇതിന് നല്ല ഗുണവും ഉള്ളതുകൊണ്ട് തന്നെ ഇത് മാമ്പഴങ്ങളുടെ രാജാവ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. കൂടാതെ ഈ മാമ്പഴം നമ്പ്യാർ മാങ്ങ, കണ്ണപുരം മാങ്ങ എന്നൊക്കെ കൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 66ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെ? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, കോളറ, ടൈഫോയിഡ്. മലിനമായ ജലത്തിലൂടെ അതുപോലെ ഭക്ഷണത്തിലൂടെയാണ് ഈ കോളറയും ടൈഫോയിഡും പകരുന്നത് എന്ന് കൂടെ ഓർമ്മിക്കുക. ഇത് പരത്തുന്ന ബാക്ടീരിയയുടെ പേര് വിബ്രിയോ കോളറ എന്നാണ്. ഇത് രണ്ടും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കോളറയും ടൈഫോയിഡും പകരുന്നത് ജലത്തിലൂടെ അല്ലെങ്കിൽ മലിനമായ ഭക്ഷണത്തിലൂടെയൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ മറ്റുള്ള അസുഖങ്ങൾ, അതായത് ഓപ്ഷനിൽ കൊടുത്തത് ബാക്കിയെല്ലാം നോക്കുക കേട്ടോ ഒന്നും കൂടെ. ഇൻഫ്ലുവൻസ, ചിക്കൻ പോക്സ്, 5ാം പനി, ക്ഷയം, COVID-19, വില്യൻ ചുമ ഇവയൊക്കെ പകരുന്നത് വായുവിലൂടെയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 67ാമത്തെ ക്വസ്റ്റ്യൻ. മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ, നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ. അതായത് നെല്ലിക്കയിലും നാരങ്ങയിലൊക്കെ വിറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ വിറ്റമിൻ സി ആണ് ഈ മോണയിൽ രക്തവും പഴുപ്പൊക്കെ വരുന്നത് തടയാൻ സഹായിക്കുന്ന വിറ്റമിൻ. അപ്പോൾ നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങളാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 68ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യൻ്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിച്ച് എഴുതുക. തെറ്റായതാണ് ചോദിക്കുന്നത്. ഏതാണ് തെറ്റ് പറയുന്ന? ഓപ്ഷൻ എ ആണ്. ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള അറിഞ്ഞിരിക്കണം അല്ലേ. ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള ഓപ്ഷൻ 1 വായിക്കുന്നുണ്ട്. ബിയിൽ പറയുന്നത് ലിംഫ് കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ സിയിൽ എന്താ പറയുന്നത്? ലിംഫ് രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു. ഡിയിൽ ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. 3 എന്താണ്? ലിംഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിൽ ശരിയായിട്ടുള്ളതാണ്. ലിംഫിലുള്ളത് WBC ആണ് കേട്ടോ, വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ഉള്ളത്. എല്ലാ രക്തകോശങ്ങളും ലിംഫിൽ കാണപ്പെടുന്നില്ല എന്ന് ഓർമ്മിച്ചിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 69ാമത്തെ ക്വസ്റ്റ്യൻ. മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. ബിയിൽ പറയുന്നത് കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക. സിയിൽ പറയുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തവയെല്ലാം അല്ലേ. അത് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. മുകളിൽ കൊടുത്തവയെല്ലാം ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 70ാമത്തെ ക്വസ്റ്റ്യൻ. പുല്ല്, മാൻ, കടുവ, കഴുകൻ ഈ ഭക്ഷ്യശൃംഖലയിൽ തൃതീയ ഉപഭോക്താവ് ആരാണ്? കഴുകനാണ് കേട്ടോ. കഴുകനാണ് തൃതീയ ഉപഭോക്താവ്. അപ്പോൾ പ്രാഥമിക ഉപഭോക്താവ് ആരായിരിക്കും? അതിൽ മാനല്ലേ അല്ലേ. അതായത് സസ്യബുക്കാണ് മാൻ, സസ്യങ്ങളെ ഭക്ഷിക്കുന്നത് മാന്. ഈ പ്രാഥമിക ഉപഭോക്താവായ സസ്യബുക്കുകളെ ഭക്ഷിക്കുന്നതാണ് ദ്വിതീയ ഉപഭോക്താവായിട്ട് വരിക. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ ഭക്ഷിക്കുന്നതാണ് ഏത് പറയുന്നത്? തൃതീയ ഉപഭോക്താവ്. അപ്പോൾ അതിൽ തൃതീയ ഉപഭോക്താവ് ഓപ്ഷൻ സി ആണ് ആൻസർ, കഴുകൻ. 71ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ പ്രസ്താവനകൾ വായിക്കുന്നുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി. രണ്ടാമത്തത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തി. മൂന്നാമത്തെ പ്രസ്താവന ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു. നാലാമത്തത് ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിൻ്റെ പിതാവാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് കേട്ടോ മുകളിൽ വായിച്ചവയെല്ലാം. 72ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? ശരിയായതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ശരിയായത് വായിക്കാം. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജനുകൾ. എന്താണത്? ശരിയാണ്. മൂന്നാമത്തതിൽ പറയുന്നത് ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജനുകളും. പിന്നെ എന്താണ് മൂന്നാമത്തെ ഓപ്ഷൻ? ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. ഓപ്ഷൻ എ ആണ് ആൻസർ. രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നുണ്ട് 14ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങളെന്ന്. തെറ്റാണ് കേട്ടോ. സംക്രമണ മൂലകങ്ങൾ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലുള്ളതാണ് സംക്രമണ മൂലകങ്ങൾ.
14ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് കാർബൺ കുടുംബം എന്നറിയപ്പെടുന്നത് കേട്ടോ. 14ാം ഗ്രൂപ്പ് കാർബൺ കുടുംബം എന്നറിയപ്പെടുന്ന സംക്രമണ മൂലകങ്ങളാണെങ്കിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് കാണപ്പെടുന്നത്. പിന്നെ ത്രികങ്ങൾ എന്ന പേരിലെ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? ഡൊബറൈനറാണ് കേട്ടോ. മെൻഡലിയേഫ് അല്ല, വർഗീകരിച്ചത് ആരാണ്? ത്രികങ്ങൾ എന്ന പേരിൽ ഡൊബറൈനറാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്.